അന്ന് അവസാനമായി കർമ്മലമഠത്തിൽ മക്കളെ കാണാൻ എത്തിയപ്പോൾ വിടച്ചൊല്ലാൻ നേരം മക്കൾ സ്തുതി ചൊല്ലിയപ്പോൾ നിറക്കണ്ണുകളോടെ നിശബ്ദനായി അല്പസമയം ഇരുന്നിട്ട് കണ്ണുകൾ മേൽപോട്ടുയർത്തി കൈവിരൽ ചൂണ്ടി ഞാൻ പറഞ്ഞു, ഇനി സ്വർഗത്തിൽ. ശേഷം ശാന്തസുന്ദരമായ മരണത്തിലൂടെ ഞാൻ നിത്യതയുടെ തീരത്തേക്ക് നീങ്ങി. ശരിക്കും ഒത്തിരിയേറെ ഹൃദയസ്പർശിയായ വാക്കുകളായിരുന്നു വിശുദ്ധ ലൂയി മാർട്ടിൻ ഇപ്പൊ നമ്മളുമായിട്ട് പങ്കുവച്ചത്. അതെ, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, സ്വർഗത്തിന്റെ സമ്മാനമാണെന്നുള്ള വലിയ തിരിച്ചറിവോടെ ദൈവം തങ്ങൾക്ക് നൽകിയ 5 മക്കളെയും സ്വർഗോന്മുഖരായി വളർത്തുന്നതിൽ വിജയിച്ച ഒരു വിശുദ്ധ പിതാവ്. ഇനി നമുക്ക് വിശുദ്ധ സെലിഗറിനോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. വിശുദ്ധ സെലിഗറിൻ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ചെറുപ്പത്തിൽ തന്നെ ഇഹലോകവാസം വെടിഞ്ഞ ഒരു വിശുദ്ധയാണ്. എങ്കിലും തൻ്റെ മക്കളെ ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്താൻ ഒത്തിരിയേറെ പരിശ്രമിച്ച് വിജയിച്ച ഒരു അമ്മ കൂടിയാണ്. എങ്ങനെയാണ് ഈ ശക്തി കിട്ടിയത്? ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, നല്ല ദൈവമേ, ഈ കുഞ്ഞെ നിനക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ആത്മാവായി തീരാൻ വേണ്ട കൃപ നൽകണമേ. ഈ ലോകത്തിൻ്റെതൊന്നും ഈ കുഞ്ഞിന്റെ ആത്മാവിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്താൻ ഇടയാക്കരുതേ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് ഈ കുഞ്ഞിനെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. കൊച്ചു ത്രേസ്യ ഒരു കുസൃതി കുട്ടിയായിരുന്നു. അവൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഓ എന്റെ പ്രിയപ്പെട്ട അമ്മേ, അമ്മ മരിച്ചെങ്കിലെന്ന് ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു. അമ്മ എത്രയും പെട്ടെന്ന് സ്വർഗത്തിൽ പോകണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. നിസ്സാര കാര്യങ്ങളിൽ പോലും കർത്താവിന്റെ ഇഷ്ടം നോക്കണമെന്നും ചെറിയ കാര്യങ്ങളിൽ പോലും അവിടുത്തെ വേദനിപ്പിക്കരുതെന്നും ഞങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ കുറച്ചുനാൾ മാത്രമേ എനിക്കതിന് സാധിച്ചുള്ളൂ. കൊച്ചു ത്രേസ്യയ്ക്ക് 4.5 വയസ്സുള്ളപ്പോൾ ഞാൻ അവൾ ആഗ്രഹിച്ചതുപോലെ സ്വർഗത്തിലേക്ക് യാത്രയായി. ഉറപ്പായിട്ടും ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുന്നതിൽ ഈ വിശുദ്ധ ദമ്പതികൾ ഇന്നത്തെ കാലഘട്ടത്തിന് ഒരു മാതൃകയും ഒരു തരത്തിൽ പറഞ്ഞ നല്ലൊരു വെല്ലുവിളിയുമാണ്. തീർച്ചയായും ഈ മാതാപിതാക്കൾ ഇവരുടെ 5 മക്കളെയും വിശുദ്ധിയിലേക്ക് ആനയിച്ച് വിജയ കിരീടം അണിഞ്ഞവരാണ്. വിശുദ്ധ ലൂയി മാർട്ടിൻ, വിശുദ്ധ സെലിഗറിൻ, നിങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥതയിലൂടെ, പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ കുടുംബങ്ങൾ അവർ ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വരികയും അത് തിരിച്ചറിയുകയും അങ്ങനെ സ്വർഗീയ സമാധാനം അനുഭവിക്കുന്ന കുടുംബങ്ങളുമായി തീരുവാൻ ഇടയാകട്ടെ.